ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക സിസ്റ്റേഴ്സ്. അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ ഇന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ ആതിരപ്പള്ളി പോവാണ്. സോ ഞങ്ങൾ രാവിലെ ഒരു 9 o'clock ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആതിരപ്പള്ളിയിലോട്ട്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. സോ ഗായ്സ്, അങ്ങനെ നമ്മളത് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ഫുഡ് കഴിച്ചു ഗൈസ്. റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് പപ്പ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഞങ്ങളപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ് വാട്ടർഫാൾസിൻ്റെ അടുത്തോട്ട്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ ഞങ്ങൾ മേലത്തെ വ്യൂ പോയിൻ്റ് അങ്ങോട്ടേക്കാണ് പോയത്. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിലല്ല, അപ്പോൾ ആൾക്കാരൊന്നും അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് പോവുകയാണ് മേലോട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ 2 മങ്കീസിനെ കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ അടിയത്തെ വ്യൂ പോയിൻറ്റിലെത്തി. ഗൈസ്, ഈ വ്യൂ പോയിൻ്റ് പറയാൻ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അങ്ങനെ ഞാൻ നല്ല ഹാപ്പിയായി ഗൈസ്, കാരണം ഞാൻ അങ്ങനത്തെ അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ കണ്ടിട്ട് കുറേ ആയിരുന്നു. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. എൻ്റെ അനിയനിക്കും അനിയത്തിക്കൊക്കെ സന്തോഷമായി. ആൻഡ് ഈ വെള്ളം അങ്ങനെ അവിടെ അടിയിൽ വന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ തെറിക്കുമല്ലോ. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും നല്ലോണം വെള്ളത്തിലൊക്കെ കുളിച്ചു. ഡ്രസ്സൊക്കെ ആകെ നന്നിരുന്നു ഗൈസ്. അനിയനൊക്കെ എൻ്റെ അടുത്തോട്ട് പോകണിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ. ഇങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് മേലോട്ട് കയറി. അങ്ങനെ ഞാൻ പെട്ടെന്ന് വണ്ടി വന്നു. അങ്ങനെ ഇവർ മെല്ലെ നടന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് എത്തി. അങ്ങനെ ഈ റഫാൻ്റെ കയ്യിലുള്ള ബോട്ടിൽസ് കൊടുത്തു. അതിന് അവിടുന്ന് 10 രൂപ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ആ ബോട്ടിൽസൊക്കെ അവിടെ വെത്തു. അതിനുശേഷം ഞങ്ങൾ ഇനി റിസോർട്ടിലോട്ടാണ് ഗൈസ് പോകുന്നത്. അങ്ങനെ വാട്ടർഫാൾസൊക്കെ കണ്ട് റിസോർട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ അവിടുന്ന് ഞങ്ങളൊരു ടോയ് വാങ്ങി ഗൈസ്. ക്യാൻഡി ഫ്ലവർ എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ ഒരു ടോയ് വാങ്ങിയിരുന്നു. അവൻ പറഞ്ഞു എനിക്കത് വാങ്ങി തരുമോ ചോദിച്ചപ്പോൾ പപ്പ യെസ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് അവിടെ നിർത്തിയ വ്യൂവും കണ്ട് ഞങ്ങളങ്ങനെ റിസോർട്ടിലെത്തി. അപ്പോൾ ഇതാ റിസോർട്ട് ഗൈസ്. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങളായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, ഐ തിങ്ക് 2-3 ഫാമിലീസ് ഉണ്ടായിരിക്കും, ഐ ഡോണ്ട് നോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ അടിപൊളി റൂമായിരുന്നു. 2 മാസ്റ്റർ ബെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 ബാത്റൂമും. ഇതാണ് ഒരു ബാത്റൂം. ആൻഡ് നെക്സ്റ്റ് ഇതാണ് വേറൊന്ന്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങാമെന്ന് കരുതി ഫസ്റ്റ് തന്നെ. അപ്പോൾ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഫ്രഷായിട്ട് വരാം. നമ്മളങ്ങനെ പൂളിൽ ചാടാൻ വേണ്ടി പോവാണ്. റെഡിയായി ഗൈസ്, നമുക്ക് പോകാം. സോ ഗൈസ്, അങ്ങനെ ഞാൻ ചെന്നപ്പോഴേക്കും അനിയനും അനിയത്തിയൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു. അങ്ങനെ അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ പ്ലേ ഗ്രൗണ്ടിൽ ബോയ്സ് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങിയപ്പോൾ വെള്ളത്തിന് ചെറിയ തണുപ്പ്. പിന്നെ അനിയനെ ഇറങ്ങണമെന്ന് പറഞ്ഞു മെയിൻ പൂളിലോട്ട്. അങ്ങനെ അവനെ ഞാൻ ഇറക്കി.
അപ്പോൾ അവൻ്റെ പാകത്തിനുള്ള വെള്ളമായിരുന്നു. പാകം എന്ന് പറയുമ്പോൾ അവൻ്റെ അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവനെ കിഡ്സ് പൂളിൽ തന്നെ ഞാൻ ആക്കി ഇറങ്ങണ്ടാന്നിട്ട് പിന്നെ പപ്പ വന്നു. പിന്നെ പപ്പി അവനുമായി അങ്ങനെ അവൻ നീന്താണ് ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലോട്ട് പോയി. അപ്പോൾ തോർത്തുണ്ടാകുന്നു. അപ്പോൾ അതൊന്ന് ഉണക്കുകയാണ് ഞങ്ങൾ. അപ്പോഴേക്കും ഫുഡായി എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താണ് ഫുഡെന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചപ്പാത്തിയാണ് ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു. പക്ഷേ ചില്ലി ചിക്കന് കുറച്ച് എരി ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ക്യാരംസും അവിടുത്തെ 2-3 ഗെയിംസൊക്കെ കളിച്ചു കിഡ്സ് ഏരിയയിൽ പോയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് ക്യാരം ബോർഡ് പിന്നെ ഇതാ ഫുട്ബോളിൻ്റെ ഇതുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കയറി കളിക്കുക, ജസ്റ്റ് ചില്ലാവുക, അത്ര ഉള്ളല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ കിഡ്സിൻ്റെ സ്ലൈഡിലൂടെ കളിക്കാൻ കേട്ടോ, കിഡ്സ് ഏരിയയിൽ ചെന്നിട്ട്. അങ്ങനെ ഇമ്മ ബാക്കിൽ നിന്ന് ഇങ്ങനെ കമൻറ്റ് വരണ്ടായിരുന്നു കേട്ടോ, ഞാനതാ അങ്ങനെ ചെയ്തേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഐസ്ക്രീമിന് ക്രേവിങ്സ് വന്നിട്ട് ഐസ്ക്രീം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പൊട്ടറ്റ ബൈ ബൈ.